ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ നല്ലൊരു ചുക്ക് ചായ തയ്യാറാക്കി. ഇതാണ് എൻ്റെ ചെറിയ ഗാർഡൻ. ഞാൻ നട്ട് വളർത്തിയ എൻ്റെ ചെറിയ ഗാർഡൻ ഇതാണ്. വഴുതനങ്ങ കൃഷിയാണ്. കായൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് നട്ട് വളർത്തിയ എൻ്റെ വഴുതനങ്ങ അച്ഛൻ കായ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവക്കാഡോ നട്ടിട്ടുണ്ട്. കായൊന്നും ഉണ്ടായിട്ടില്ല. കുറേ അവക്കാഡോ ഞാൻ നട്ടിട്ടുണ്ട്. എൻ്റെ ചെറിയ ചെറിയ ഗാർഡന്. ഇത് ചീര, മുളക്, കുറ്റിക്കുരുമുളക്, നിറയെ കായ്ക്കുന്നൊരു കുറ്റിക്കുരുമുളകാണ് എനിക്ക് കിട്ടിയത്. ഇത് ചീമപ്ലാവ്. എൻ്റെ വെണ്ട കൃഷിയാണ്. ഇതാണ് എൻ്റെ ആത്തമരം. ആത്തമരത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരേ ഒരു കായ ഉണ്ടായുള്ളൂ. ഈ പ്രാവശ്യം 46 കായ ഉണ്ടായിട്ടുണ്ട്. രാവിലെ തന്നെ ഞാൻ അരി അടപ്പിട്ടു. ചോറ് വേവായി. കടല കുക്കറിലിട്ട് വേവിച്ച് വെച്ചേക്കാണ്. അതുപോലെ തന്നെ നാരങ്ങ ഒരാഴ്ചയ്ക്ക് മുമ്പായിട്ട് ഞാൻ വിനാഗിരിക്കകത്ത് അരിഞ്ഞ് പച്ചയ്ക്ക് അരിഞ്ഞ് കാന്താരിയും നാരങ്ങയും കൂടെ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ബാക്കി കുക്കിങ്ങിലോട്ട് പോകും. ഇങ്ങനെ ചോറ് റെഡിയായി. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഇന്ന് ഉച്ചയ്ക്ക് ഒരു കടലക്കറി വെക്കാമെന്ന് വിചാരിച്ചു. കടലക്കറിക്കായി ഞാൻ തേങ്ങ പൊട്ടിച്ചു. ഇനി തിരുമാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ തേങ്ങ തിരുമ്മി വെച്ചു. തേങ്ങ വറക്കാനായി ഞാൻ പാനടപ്പേ വെച്ചു. അങ്ങനെ നമ്മൾ തേങ്ങ വറുത്ത് കഴിഞ്ഞു. ഫ്ലെയിം ഓഫ് ചെയ്തു. ആദ്യം തന്നെ നമുക്ക് മുളക് പൊടി, അടുത്തത് മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല കുറച്ച്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. നമ്മുടെ കടല വെന്ത് വേറൊരു പാത്രത്തിലോട്ട് ഞാൻ സെർവ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് കടലക്കറി പെട്ടെന്ന് വെക്കാൻ വേണ്ടി ഞാൻ കുക്കറിൻ്റെ അകത്ത് തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിപ്പഴവും കൂടെ ഇട്ടാണ് ഞാൻ വേവിച്ചെടുത്തത്. നല്ലതുപോലെ വഴറ്റി ഉള്ളിയും തേങ്ങാക്കൊത്തും തക്കാളിപ്പഴവും എല്ലാം കൂടെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം വഴറ്റിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് നല്ല രുചിയായി. ഇതുപോലെ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ കടുവറക്കാനായി ഉള്ളിയും വറ്റൽമുളകും കരിയാപ്പിലയും റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ എപ്പോൾ കടുവറുത്താലും ഉള്ളി കുറച്ചേ ഇടത്തുള്ളൂ. എനിക്ക് മസ്റ്റാണ് വറ്റൽമുളക്. അങ്ങനെ നമ്മളെ കടുവറക്കാനായി ചട്ടി ഇറക്കി വെക്കുക. അങ്ങനെ ചട്ടി ചൂടായി. നമുക്കിനി കടുവിടാം. കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ ആവശ്യത്തിന്. നമുക്കിനി കടുവിടാം. കടുവ് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി ചുമന്ന വരുവാകുമ്പോൾ വറ്റൽമുളക് ഇടാം. കരിയാപ്പില ഇടാം. ഉള്ളിയും മുളകും കരിയാപ്പിലയൊക്കെ മൂത്ത് വന്നു. ഇനി നമുക്ക് ഈ വെന്ത് വെച്ചിരിക്കുന്ന കടല അതിൽ ആഡ് ചെയ്യാം. അങ്ങനെ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ തേങ്ങ വറുത്ത് വെച്ച തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി അരച്ചെടുക്കാം. അതുപോലെ തന്നെ ഞാൻ വറുത്തരയ്ക്കുമ്പോൾ ഞാൻ വെള്ളം ശകലം പോലും ചേർക്കാതാണ് ഞാൻ തേങ്ങ വറുത്ത് മിക്സിയുടെ ജാറിൻ്റെ അകത്തിട്ട് അരയ്ക്കുന്നത്. തേങ്ങ വറുക്കുമ്പോൾ ഒരു ശകലം പോലും വെളിച്ചെണ്ണ പോലും ഞാൻ അടിയില്ല. അതേപോലെ തന്നെ നമ്മൾ ആ തേങ്ങ അരച്ച മിക്സിയുടെ ജാറിൻ്റെ അകത്ത് കുറച്ച് കടല, കൊഴുപ്പിന് വേണ്ടി കുറച്ച് കടല അരച്ച് ചേർക്കാം. അങ്ങനെ നമ്മുടെ കടലക്കറി തിളച്ചു. ഇനി അരപ്പ് ചേർക്കാൻ പോവുകയാണ്. കുറച്ച് വെള്ളം വേണം. അതിന് നമ്മൾ തേങ്ങ വറുത്ത പാനിൻ്റെ അകത്ത് തന്നെ കുറച്ച് വെള്ളം അടപ്പിൽ വെച്ച് തിളപ്പിക്കുകയാണ്. നമ്മൾ ഒരിക്കലും കറിക്കകത്ത് പച്ചവെള്ളം ചേർക്കാൻ പാടില്ല. തിളപ്പിച്ച വെള്ളം തന്നെ ആഡ് ചെയ്യണം. നന്നായി ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇത് നല്ലപോലെ തിളക്കാം. നമ്മുടെ കടല വേവിച്ച സമയം തന്നെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. ഒരു കാര്യം ആഡ് ചെയ്യാൻ പറ്റിയില്ല. അത് കുറച്ച് ഉലുവാപ്പൊടി വാങ്ങാറാകുമ്പോൾ വേണം ചെയ്യാൻ. ഇച്ചിരി കായപ്പൊടി. കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്കത്തെ ചോറിനുള്ള കടലക്കറി റെഡിയായി. ഇനി ഞാൻ കുറച്ച് മുരിങ്ങ തോരൻ വെക്കാനാണ് ഇനി അടുത്ത. അപ്പൂസ് കടലക്കറി വെന്തപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ വന്ന് ആ കടലക്കറിയുടെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയാണ് അവൾ വന്നിരിക്കുന്നത്. അവൾക്ക് ഇച്ചിരി കടലക്കറി തയ്യാറായി. പപ്പൂസിനി ടേസ്റ്റ് നോക്കാൻ പോവുകയാണ്. സൂപ്പറാ. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ കറിയും സൂപ്പറാ. നല്ല സ്വാദുള്ള, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പെല്ലാം പതിവാ. സൂപ്പർ.
ഇനി ഞാൻ മുരിങ്ങയില ഒടിക്കാനായിട്ട് എൻ്റെ ഓമനമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഭയങ്കര കാടാണ് കേട്ടോ. മുരിങ്ങയില ഒടിക്കുകയാണ്. അങ്ങനെ നമ്മൾ മുരിങ്ങയില ഒടിച്ചു. ഇനി വീണ്ടും തിരിച്ച് കാട്ടിൽ കൂടെ പോവുകയാണ്. അത് കടന്ന് വീട്ടിലേക്ക് എത്തുവാണ്. മുരിങ്ങയില എടുത്ത് വെച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരി അജിത ഇവിടെ എത്തിയിട്ടുണ്ട്. അവൾ മുരിങ്ങയില എനിക്ക് അടർത്തി തരുവാണ്. ഇനി നമുക്ക് മുരിങ്ങയില തോരൻ വെക്കാനായി തേങ്ങ തിരുമാം. നമുക്ക് തോരനെ ചതച്ച് വെച്ചിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുക. സാധനം നമുക്ക് ഇലക്കകത്തിട്ട് നല്ലപോലെ വിരവാം. പൊടികളും കുറച്ച് കാന്താരി, ഒരു പച്ചമുളക്, 2 വെളുത്തുള്ളി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ജീരകം നമ്മൾ ചേർക്കില്ല. ഇലവർഗ്ഗങ്ങൾക്കൊന്നും ജീരകം ചേർക്കില്ല. കാന്താരി, പച്ചമുളക്, വെളുത്തുള്ളി നമുക്ക് ചതയ്ക്കാം. അങ്ങനെ ഞാൻ തോരനുള്ള എല്ലാം നല്ലപോലെ ഇളക്കി വെച്ചു. ഉപ്പ് കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ. നമ്മൾ ഇലത്തോരനൊക്കെ ഉപ്പ് കുറച്ചേ ആഡ് ചെയ്യാവൂ. ഇട്ട് കഴിഞ്ഞാൽ അത് കയ്പ്പാവും. അപ്പം അത് റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇലത്തോരനെ റെഡിയാക്കി അടപ്പിലോട്ട് വെക്കുക. ഞാൻ കടുക് വറക്കില്ല, പച്ചവെളിച്ചെണ്ണയാണ് അതിനകത്ത് ഒഴിക്കുന്നത്. പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ അടപ്പിൽ വെക്കുക. വെളിച്ചെണ്ണ കുറച്ചേ ഒഴിക്കും. കടുക് വറുത്താൽ ആ ഇലത്തോരൻ്റെ ടേസ്റ്റ് അങ്ങ് മാറുക. ഇനി നമുക്ക് നല്ല അടച്ച് വെച്ച് ചെറിയ തീയിൽ ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങയിലത്തോരൻ തയ്യാറായി. ഇനി നമുക്ക് ഒരു സ്പെഷ്യലൂട്ടുണ്ട്. ഈ മീന് ഇത് ഉണക്കമീനാണ്. ഇത് എത്ര പേര് കണ്ടിട്ടുണ്ട് ഈ ഉണക്കമീൻ? ഇത് മുഴുവനായി എടുക്കത്തില്ല, ഞാൻ കുറച്ച് മുറിച്ചു. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ാണ് ഞാൻ മുറിച്ചെടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് വെട്ടി കഴുകി വെക്കാം. നമ്മൾ കഴുകി വാരുക. ഇനി നമുക്ക് കഴുകി വെച്ച മീനായി അരപ്പ് നമുക്ക് ചേർക്കാം. അതിന് ചേർക്കുന്ന അരപ്പ് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. നമുക്ക് നന്നായി ഇളക്കാം. അങ്ങനെ നമ്മുടെ അരപ്പുകൾ തയ്യാറാക്കി മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പാൻ അടപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം എനിക്ക് മീൻ വറക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു സ്പെഷ്യൽ ഐറ്റം ഇടണം. നിങ്ങൾ വിചാരിച്ച് കാണും എന്താ ഈ സ്പെഷ്യൽ എന്നുള്ളത്. നമ്മളെപ്പോഴും ഉണക്കമീൻ വറക്കുന്നതിന് മുമ്പായി നമ്മൾ ആദ്യം ചേർക്കേണ്ടത് മീന് നല്ല ടേസ്റ്റ് വരാനും നല്ലൊരു മണം വരാനും പച്ചമുളക്. നമ്മുടെ ഉണക്കമീൻ തയ്യാറായി. ഓക്കെ, നല്ലപോലെ മീൻ മൂത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കൊന്ന് സെർവ് ചെയ്താലോ. നല്ല ചൂട് ചോറ്, കുറുകിയ കടലക്കറി ഇത് നിങ്ങൾ കുറുകിയിട്ടുണ്ട്. ഉണക്കമീൻ വറുത്തത്, നാരങ്ങ അച്ചാർ ഇന്നത്തെ സ്പെഷ്യലാണ് എൻ്റെ. ഇതുപോലെ നിങ്ങൾ വെച്ച് കഴിച്ചിട്ട് റിപ്ലൈ തരുക. ഓക്കെ, ബൈ. നാളെ ഇനി ആ പുതിയ റെസിപ്പിയുമായി കാണാം.